എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഞാൻ സൂരജ്. ഏപ്രിൽ 19, 2024 നടന്ന നമ്മളുടെ ഫിറ്റർ ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് അല്ലെങ്കിൽ ഫിറ്റർ ഗ്രേഡ് 2 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്. പാർട്ട് 1 ഓൾറെഡി നമ്മൾ ചെയ്തിരുന്നു. സോ നിങ്ങളത് കാണുക. സോ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 51ാമത്തെ ചോദ്യമാണ് നമ്മളുടെ ക്വസ്റ്റ്യനിലത്തെ, അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 51ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അനീലിംഗ് ഇൻ സ്റ്റീൽ? അതായത് നമ്മുടെ ഹീറ്റ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അനീലിംഗ് ഇൻ സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ അനീലിംഗിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ടു ആഡ് കട്ടിംഗ് എബിലിറ്റി, ഓപ്ഷൻ ബി ടു ഇൻക്രീസ് വെയർ റെസിസ്റ്റൻസ്, ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നത് ടു റിലീവ് ദ ഇന്റേണൽ സ്ട്രെസ്സസ്, ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത് ടു റിഫൈൻ ദ ഗ്രെയിൻ സ്ട്രക്ചർ ഓഫ് ദ സ്റ്റീൽ. അല്ലെ? അപ്പൊ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഉത്തരമായിട്ട് വരുന്ന എന്തായിരിക്കും? ഇവിടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക നമുക്കറിയാം, ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. ടു റിലീവ് ദ ഇന്റേണൽ സ്ട്രെസ്സസ്, ടു റിലീവ് ദ ഇന്റേണൽ സ്ട്രെസ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ അനീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട്. ടു റിലീവ് ദ ഇന്റേണൽ സ്ട്രെസ്സസ് അല്ലെങ്കിൽ സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ്സസ് എന്നാണ് ഒന്നാമത്തായിട്ട് പറയുന്നത്. എലിമിനേറ്റ് സ്ട്രെയിൻ ഹാർഡ്നെസ് അല്ലെങ്കിൽ ഹാർഡ്നെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ ഹാർഡനിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രെയിൻസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഹാർഡ്നെസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടു ഇംപ്രൂവ് മെഷീനബിലിറ്റി, ടു സോഫ്റ്റൻ ദ സ്റ്റീൽ. അല്ലെ, ഇത്തരത്തിൽ ആ ഒരു സ്റ്റീലിനെ സോഫ്റ്റൻ ചെയ്യുക അല്ലെങ്കിൽ മെഷീനബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ആ ഒരു അനീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നോർമലൈസിംഗ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിഫൈൻ ദ ഗ്രെയിൻ സ്ട്രക്ചർ ഓഫ് ദ സ്റ്റീൽ. ഇത്തരത്തിൽ ആ ഒരു ഗ്രെയിൻ സ്ട്രക്ചർ നമുക്ക് ഇവിടെ അറിയാം. അനീലിംഗിനകത്ത് കോഴ്സ് ആയിട്ടുള്ള ഗ്രെയിൻ സ്ട്രക്ചറും നമ്മുടെ നോർമലൈസിംഗ് എങ്ങനെയാണ്? ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവും, അല്ലെ, അറ്റ് ലാസ്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മളുടെ ഉത്തരം എന്താ വരിക? നമ്മളുടെ ഉത്തരം ദാറ്റ് ഈസ് ടു റിലീവ് ദ ഇന്റേണൽ സ്ട്രെസ്സസ്. ഓക്കെ, അനീലിംഗ് ഇൻ സ്റ്റീൽ ആർ ഡൺ ഫോർ ദ പർപ്പസ് ഓഫ് ടു റിലീവിംഗ് ദ ഇന്റേണൽ സ്ട്രെസ്സസ് എന്നുള്ളത് ഓർത്തിരിക്കാം. 52ാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഈസ് ദ മെയിൻ പാർട്ട് which is the main part of the forge furnace where metal is heated? അതായത് നമ്മൾ ഫർണസിൽ വെച്ച് നമ്മുടെ ആ ഒരു മെറ്റൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് എവിടെയാണ് നമ്മൾ വെക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ദ മെയിൻ പാർട്ട് ഓഫ് ദ ഫോർജിന്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ട് ഉണ്ട്, അവിടെയാണ് നമ്മളെ മെറ്റൽ ഹീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഹെർത്ത്, ഓപ്ഷൻ ബി ബ്ലോവർ, ഓപ്ഷൻ സി ക്വഞ്ചിങ് ടാങ്ക്, ഓപ്ഷൻ സി ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. അല്ലെ, നമുക്കറിയാം ഉത്തരം എന്താ വരിക? ഉത്തരം എ ആണ്, ദാറ്റ് ഈസ് ഹെർത്ത് ആണ് നമ്മുടെ ഉത്തരം വരുന്നുണ്ടാവുക. ഹെർത്ത് ആണ് നമ്മുടെ ഉത്തരം. ഹെർത്തിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? മെറ്റലിനെ ഹീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഓക്കെ. 53ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വാട്ട് ക്വഞ്ചിങ് മീഡിയ ഈസ് യൂസ്ഡ് ഫോർ സ്പെഷ്യൽ അലോയ് സ്റ്റീൽ? വാട്ട് ക്വഞ്ചിങ് മീഡിയ ഈസ് യൂസ്ഡ് ഫോർ സ്പെഷ്യൽ അലോയ് സ്റ്റീൽ? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ബ്രൈൻ സൊല്യൂഷൻ, ഓപ്ഷൻ ബി വാട്ടർ, ഓപ്ഷൻ സി ഓയിൽ, ഓപ്ഷൻ ഡി കോൾഡ് എയർ. അല്ലെ, ഇവിടെ നമുക്ക് നോക്കേ, അലോയ് സ്റ്റീൽ എന്ന് എടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് അലോയ് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ സ്പെഷ്യൽ അലോയ് സ്റ്റീൽ എന്ന് എടുത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം എന്താ വരിക? കോൾഡ് എയർ ആണ്. ഉത്തരം എന്താ വരിക? കോൾഡ് എയർ ആണെന്നുള്ളത് നമുക്കറിയാം. സോ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട് ക്വഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് ആ ഒരു സ്പെഷ്യൽ അലോയ് സ്റ്റീൽസ്. സോ സം സ്പെഷ്യൽ അലോയ് സ്റ്റീൽസ് ആർ ഹാർഡൻഡ് ബൈ അല്ലെങ്കിൽ കോൾഡ് എയർ ആണ്. അല്ലെ, അവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു ക്വഞ്ചിങ് മീഡിയം എന്ന് പറയുന്നത് എന്താണ്? കോൾഡ് എയർ ആണ് എന്നുള്ളത് അറിയാം. സോ എയർ ക്വഞ്ചിങ്ങിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? നോർമലൈസിംഗ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ കോൾഡ് എയർ യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുക? ആ ഒരു ഹാർഡനിങ് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ തണുപ്പിക്കുന്നുണ്ടാവുക എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. അപ്പൊ ക്വഞ്ചിങ് ഓയിൽ സാധാരണഗതിയിൽ അലോയ് സ്റ്റീലുകൾക്ക് എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഓയിൽ. അല്ലെ, ഓയിൽ സാധാരണഗതിയിൽ അലോയ് സ്റ്റീലുകൾക്ക് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ സം സ്പെഷ്യൽ അലോയ് എന്നുള്ളത് എടുത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ഉത്തരം എന്താണ്? കോൾഡ് എയർ ആണ് വരിക. സോ ഇവിടെ ഉത്തരം എന്താ? ഈ ചോദ്യത്തിന്റെ ഉത്തരം വിച്ച് ക്വഞ്ചിങ് മീഡിയ ഓർ വാട്ട് ക്വഞ്ചിങ് മീഡിയ ഈസ് യൂസ്ഡ് ഫോർ സ്പെഷ്യൽ അലോയ് സ്റ്റീൽസ് എന്ന ചോദ്യം വന്നാൽ നമുക്ക് ഉത്തരം എന്താണ്? ഉത്തരം കോൾഡ് എയർ തന്നെയാണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് സ്വേജ് ബ്ലോക്ക്? അപ്പൊ സ്വേജ് ബ്ലോക്ക് നിർമ്മിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വേജ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ ലോ കാർബൺ സ്റ്റീൽ, ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് മാലിബിൾ കാസ്റ്റ് അയൺ, ഓപ്ഷൻ സി ഹൈ കാർബൺ സ്റ്റീൽ, ഓപ്ഷൻ ഡി ടൂൾ സ്റ്റീല്. സോ നമുക്കറിയാം സ്വേജ് ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മാലിബിൾ കാസ്റ്റ് അയൺ കൊണ്ടാണ്. സ്വേജ് ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത് മാലിബിൾ കാസ്റ്റ് അയൺ കൊണ്ട് തന്നെയാണ്. സോ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൻസർ കീഴിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മാലിബിൾ കാസ്റ്റ് അയൺ ആണ് നമുക്ക് നിർമ്മിക്കേണ്ടതായിട്ടുള്ളത്. സോ നമുക്ക് ചലഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നതാണ് കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചലഞ്ച് ചെയ്യാൻ സാധിക്കും. സോ ഷീറ്റ് മെറ്റൽ വർക്കർ നമ്മളുടെ നിമി ടെക്സ്റ്റില് ഷീറ്റ് മെറ്റൽ വർക്കർ
ട്രേഡ് തിയറി ഫസ്റ്റ് ഇയർ വോളിയം 1 ഔട്ട് ഓഫ് 2 അല്ലെ വോളിയം 1 പേജ് നമ്പർ 115 കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ചിത്രത്തോടു കൂടി കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്വേജ് ബ്ലോക്ക് ഈസ് മെയ്ഡ് ഓഫ് മാലബിൾ കാസ്റ്റ് അയൺ. സ്വേജ് ബ്ലോക്ക് ഈസ് മെയ്ഡ് ഓഫ് മാലബിൾ കാസ്റ്റ് അയൺ. അപ്പൊ മാലബിൾ കാസ്റ്റ് അയൺ കൊണ്ടാണ് സ്വേജ് ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് എടുത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ വാലിഡ് ആണ്. അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്താണ് മാലബിൾ കാസ്റ്റ് അയൺ ആണ് കൃത്യമായിട്ട് നമുക്കറിയാം സ്വേജ് ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ള ഒരു ആൻസർ കീ ആണ് വന്നിരിക്കുന്നത്. സോ അത് നമുക്ക് സൂചിപ്പിക്കാവുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവർക്ക് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത് ഓർത്തിരിക്കാം. സോ മാലബിൾ കാസ്റ്റ് അയൺ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 55ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ദാറ്റ് ചേഞ്ച് ഓഫ് സ്ട്രക്ചർ ടു ഓസ്റ്റനേറ്റ് സ്റ്റാർട്ട്സ് അറ്റ് 723 ഡിഗ്രി സെൽഷ്യസ് ഇൻ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്? അതായത് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിനകത്ത് നമുക്കറിയാം ആ ഒരു ചേഞ്ച്, സ്ട്രക്ചറിന് ഉണ്ടാവുന്ന ചേഞ്ച് അല്ലെങ്കിൽ ഓസ്റ്റനേറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിലേക്ക് തുടങ്ങുന്ന ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്. അതിനെ എന്താ വിളിക്കുക എന്നുള്ളത് അല്ലെ നമുക്കറിയാം. ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നു, ഓപ്ഷൻ ബി അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ഓപ്ഷൻ സി മെൽറ്റിംഗ് ടെമ്പറേച്ചർ, ഓപ്ഷൻ ഡി ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ആ ഒരു ഓസ്റ്റനേറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിലേക്ക് തുടങ്ങുന്ന ആ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. പൂർണ്ണമായും അത് ഓസ്റ്റനേറ്റ് ആയിട്ട് മാറിയെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ എന്താണ് ടു സ്റ്റാർട്ട്, നമ്മുടെ എടുത്ത് പറയുന്നുണ്ട് സ്റ്റാർട്ട് ഓസ്റ്റനേറ്റ് എന്ന ഓസ്റ്റനേറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ തുടങ്ങുന്നത് 723 ഡിഗ്രി സെൽഷ്യസിലാണ്. ആ ഒരു ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ദാറ്റ് ഈസ് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക, ഓപ്ഷൻ എ. സംശയമൊന്നുമില്ല. 56ാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് വൈസ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഫോർജിങ് വർക്ക്? അതായത് ഫോർജിങ് വർക്കുകളിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന, ബെസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈസ് ഉണ്ട്, വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആയിട്ടുള്ള വൈസ് ഉണ്ട്. അത് ഏത് വൈസ് ആണ്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഹാൻഡ് വൈസ്, ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് ബെഞ്ച് വൈസ്, ഓപ്ഷൻ സി ലെഗ് വൈസ്, ഓപ്ഷൻ ഡി പിൻ വൈസ്. അപ്പൊ ഇവിടെ നമുക്കറിയാം നമ്മളുടെ ലെഗ് വൈസ് ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, ഫോർജിങ്ങിൽ യൂസ് ചെയ്യുന്ന വൈസ് ലെഗ് വൈസ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം കറക്റ്റ് ആയിട്ടുള്ളത്. ദാറ്റ് ഇസ് ലെഗ് വൈസ്. 57ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് മെത്തേഡ് ഓഫ് സർഫസ് ഹാർഡനിങ്, വിച്ച് മെത്തേഡ് ഓഫ് സർഫസ് ഹാർഡനിങ് ഈസ് ഡൺ ഇൻ എ ഹീറ്റഡ് സോൾട്ട് ബാത്ത്? ഇത്തരത്തിൽ ചൂടാക്കിയിട്ടുള്ള സോൾട്ട് ബാത്തിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന ഒരു സർഫസ് ഹാർഡനിങ് പ്രോസസ് ഏതാണ്? ഫ്ലെയിം ഹാർഡനിങ്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഫ്ലെയിം ഹാർഡനിങ്, ഓപ്ഷൻ ബി ഗ്യാസ് കാർബറൈസിംഗ്, ഓപ്ഷൻ സി പാക്ക് കാർബറൈസിംഗ്, ഓപ്ഷൻ ഡി ലിക്വിഡ് കാർബറൈസിംഗ്. നമുക്കറിയാം ഫ്ലെയിം ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലെയിംസ് യൂസ് ചെയ്യുന്നു. ഗ്യാസ് കാർബറൈസിംഗ് ആണെങ്കിൽ അവിടെ ഗ്യാസസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പാക്ക് കാർബറൈസിംഗ് എന്ന് പറയുമ്പോൾ അത് സോളിഡ് അല്ലെ, സോളിഡ് ടൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കാർബറൈസിംഗ് പ്രോസസ് ആണ്. അവിടെ എന്താണ് സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാവുക അവിടെ കാർബറൈസിംഗ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഇവിടെ ലിക്വിഡ് കാർബറൈസിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹീറ്റ് ചെയ്തിട്ടുള്ള സോൾട്ട് ബാത്തിലാണ് നമ്മൾ ലിക്വിഡ് കാർബറൈസിംഗ് ചെയ്യുന്നുണ്ടാവുക. സോ അത് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ലിക്വിഡ് കാർബറൈസിംഗ്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: an operation of solid state to welding, operation of solid state to welding. അപ്പൊ സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഫ്യൂഷൻ നടക്കുന്നുണ്ടോ? അവിടെ ഫ്യൂഷൻ നടക്കുന്നില്ല. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിലാണ് നടക്കുന്നുണ്ടാവുക. വിച്ച് ഈസ് യൂസ്ഡ് ടു ജോയിൻ ടു മെറ്റൽ പീസ് ബൈ ഹീറ്റിംഗ് ദം ടെമ്പറേച്ചർ ആൻഡ് ഹാമേഡ് ടുഗദർ ടു ജോയിൻ ദം. ഇത്തരത്തിൽ നമ്മൾ ഹാമറിംഗ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും ആ ഒരു വെൽഡിംഗ് പ്രോസസ്സ് സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗിലേക്ക് ചെയ്യുന്ന സമയത്ത് സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് പ്രോസസ് ആണെന്ന് പറയുന്നു. അതെവിടെയാണ് രണ്ട് മെറ്റൽ പീസുകൾ ജോയിൻ ചെയ്യുന്നു. അതൊരു ജോയിനിങ് മെത്തേഡ് ആണ്. അപ്പൊ അത് ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് വെൽഡിംഗ് എന്നാണെന്നുള്ളത് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓപ്പറേഷൻ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഹൈ ടെമ്പറേച്ചറിൽ അതുപോലെ തന്നെ ഹാമറിംഗ് ചെയ്യുന്നുണ്ട്, ഹാമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ആർക്ക് വെൽഡിംഗ് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ഫോർജ് വെൽഡിംഗ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സി ഗ്യാസ് വെൽഡിംഗ്, ഓപ്ഷൻ ഡി അപ്സെറ്റിംഗ്. ഓക്കെ, നമുക്കിവിടെ ഹാമറിംഗ് ചെയ്തുകൊണ്ട് അല്ലെ ഹാമറിന്റെ സഹായത്തോടെ നമ്മൾ ചെയ്യുന്ന ഏത് വെൽഡിംഗ് പ്രോസസ് ആയിരിക്കും? നമുക്കറിയാം ഫോർജ് വെൽഡിംഗ് പ്രോസസ് ആണ് അല്ലെ, ഫോർജിങ് വെൽഡിംഗ് പ്രോസസ്. അപ്പൊ ഒരു മെറ്റലിനെ ഒരു പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് നമ്മൾ ഫോർജിങ് ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചതിന് ശേഷം നമ്മൾ ഹാമേഴ്സിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫോർജ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്സെറ്റിംഗ് എന്ന് പറയുന്നത് ഫോർജിങ്ങിൽ ചെയ്യുന്ന മറ്റൊരു ഓപ്പറേഷൻ ആണ് അപ്സെറ്റിംഗ് എന്ന് പറയുന്നുണ്ടാവുക. സോ അത് ക്രോസ് സെക്ഷൻ ഏരിയ കൂട്ടിക്കൊണ്ട് നമുക്ക് എന്താണ് നമുക്ക് ആ ഒരു ലെങ്ത് കുറയ്ക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്സെറ്റിംഗ് എന്ന് പറയുന്നത്. ആർക്ക് വെൽഡിങ്ങും ഗ്യാസ് വെൽഡിങ്ങും ഒക്കെ നമുക്ക് അറിയാം. അത് വെൽഡിംഗ് ഒരു ഫ്യൂഷൻ വെൽഡിംഗിന് എക്സാമ്പിൾ ആണ് ആർക്ക് വെൽഡിങ്ങും ഗ്യാസ് വെൽഡിങ്ങും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നുണ്ടാവുക, ഫോർജ് വെൽഡിംഗ്. 59ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫുള്ളേഴ്സ്? ഫുള്ളേഴ്സിന്റെ യൂസ് എന്താ? അപ്പൊ ഫുള്ളേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫോർജിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഫുള്ളേഴ്സ് എന്ന് പറയുന്നത്. സോ ഫുള്ളറിന്റെ പ്രത്യേകത നമുക്കറിയാം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഫോർ നെക്കിംഗ് ആൻഡ് ഗ്രൂവിംഗ്, ഓപ്ഷൻ ബി ഫോർ ഹോളോയിങ്, ഓപ്ഷൻ സി ഫോർ ഡ്രൈയിങ് ഡൗൺ, ഓപ്ഷൻ ബി
ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത് ഫോർ ഫോമിംഗ് ദ ഹെഡ് ഓഫ് റിവറ്റ് ആൻഡ് ബോൾട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡ്രോയിങ് ഡൗൺ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ എന്താണ് ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നുണ്ടാവുക. ദാറ്റ് ഇസ് ഫോർ നെക്കിംഗ് ആൻഡ് ഗ്രൂവിംഗ്. ഫോർ നെക്കിംഗ് ആൻഡ് ഗ്രൂവിംഗ് ആണ് നമ്മൾ ഇത്തരത്തില് നമ്മൾ കൃത്യമായിട്ട് ഫുള്ളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഫുള്ളേഴ്സ് ആർ യൂസ്ഡ് ഫോർ നെക്കിംഗ് ആൻഡ് ഗ്രൂവിംഗ് നമുക്ക് ഉത്തരമായിട്ട് പറയാം. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാം. 60ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 60ാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ടു ഇംപ്രൂവ് മെഷീനബിലിറ്റി ആൻഡ് ഡക്ടിലിറ്റി ഇൻ ദ ജോബ്? അതായത് മെഷീനബിലിറ്റിയും ഡക്ടിലിറ്റിയും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ സാധിക്കുന്ന ഒരു മെത്തേഡ് ഏതാണ്? സോ ഇംപ്രൂവ് മെഷീനബിലിറ്റി ആൻഡ് ഡക്ടിലിറ്റി. സോ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് അനീലിംഗ് ആണ്. ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് ഹാർഡനിങ്. ഓപ്ഷൻ സി ടെമ്പറിംഗ്. ഓപ്ഷൻ ബി നോർമലൈസിങ്. അപ്പൊ ഇത്തരത്തിൽ മെഷീനബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡക്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യുക, നമുക്കറിയാം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം വരിക. ദാറ്റ് ഈസ് അനീലിംഗ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ അനീലിംഗ് ആണ് നമ്മുടെ മെഷീനബിലിറ്റി. ടു ഇംപ്രൂവ് മെഷീനബിലിറ്റി, ടു ഇംപ്രൂവ് മെഷീനബിലിറ്റി എന്ന് അവരെടുത്ത് പറയുന്നുണ്ട്. നമുക്ക് പറയാം annealing process. So annealing process are used to improve the machinability, or we can relieve the stresses, internal stresses and strain, and we can soften the steel. അല്ലെ, സ്റ്റീലിനെ സോഫ്റ്റ് ആക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ കോഴ്സ് ഗ്രെയിൻ സ്ട്രക്ചർ ആണ് കിട്ടുന്നത് കൂടി ഓർത്തിരിക്കാം. 61ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ദ ബോട്ടം സ്വേജ് ആൻഡ് ടോപ്പ് ഫുള്ളർ. ബോട്ടം സ്വേജ് ഇത്തരത്തിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബോട്ടം സ്വേജുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ബോട്ടം സ്വേജ് ഓക്കെ. സോ ബോട്ടം സ്വേജ് ആൻഡ് ടോപ്പ് ഫുള്ളേഴ്സ് അല്ലെ, ടോപ്പ് ഫുള്ളേഴ്സ്. അപ്പം ഫുള്ളേഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെയുള്ള ഫുള്ളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഫുള്ളേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ബോട്ടം സ്വേജും ടോപ്പ് ഫുള്ളേഴ്സും നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് then which of the following operation is done? ഏത് ഓപ്പറേഷൻ ആണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഡ്രോയിങ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ഹോളോയിങ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി ജമ്പിങ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ബെൻഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിനകത്ത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ രണ്ട് ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ട്, അതായത് ബോട്ടം സ്വേജും അതുപോലെ തന്നെ ടോപ്പ് ഫുള്ളറും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ട് വരുന്നത് ഹോളോയിങ് എന്ന് പറയുന്ന പ്രോസസ് ആണ്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയുള്ള വർക്ക് കിട്ടുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരു വർക്ക് നമുക്ക് കിട്ടുന്നുണ്ടാകും. സോ അത്തരത്തിലുള്ള ഒരു കർവേച്ചർ ഹോളോ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഹോളോ ആയിട്ടുള്ള വർക്ക് പീസ് നമുക്ക് എന്താണ് ഇത്തരത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ആപ്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹോളോയിങ് ആണ്. ഓക്കെ, അത് ഒന്ന് കൺസിഡർ ചെയ്യാം. ഹോളോയിങ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ അവിടെ ഉത്തരം എന്താണ് വരിക? ഹോളോയിങ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. Which structure of steel contains 0% carbon? 0% carbon ഉണ്ടാവാൻ 0% കാർബൺ ഉള്ള സ്റ്റീൽ സ്ട്രക്ചർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഫെറൈറ്റ്, ഓപ്ഷൻ സി ഓസ്നൈറ്റ്, ഓപ്ഷൻ ബി പെർലൈറ്റ്, ഓപ്ഷൻ ഡി സിമന്റൈറ്റ്. അപ്പൊ ഇവിടെ നമുക്കറിയാം ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള, നമുക്കറിയാം അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൈക്രോ കോൺസ്റ്റന്റ് ആണ് നമ്മുടെ ഫെറൈറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ളത് ഫെറൈറ്റ് ആണ്. ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഏതായിരിക്കും? സിമന്റൈറ്റ് ആണ് അല്ലെ. കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമന്റൈറ്റ് ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കാർബൺ കണ്ടന്റ് കുറയുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടാവും? അവിടെ ഹാർഡ്നെസ് കുറയുന്നുണ്ടാവും, അല്ലെങ്കിൽ സോഫ്റ്റ് ആവുന്നുണ്ടാകും. ഓക്കെ, അതുകൊണ്ട് തന്നെ 0% കാർബൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സോഫ്റ്റ് ആയിരിക്കും എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഫെറൈറ്റ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓൾട്ടർനേറ്റ് ലാമിലെ ഓഫ് സിമന്റൈറ്റ് ആൻഡ് ഫെറൈറ്റ് ആണ് പെർലൈറ്റ് എന്ന് പറയുന്നുണ്ടാവും അല്ലെ. ഓൾട്ടർനേറ്റ് ലാമിലെ ഓഫ് സിമന്റൈറ്റ് ആൻഡ് ഫെറൈറ്റ് ആണ് പെർലൈറ്റ് എന്ന് പറയുന്നുണ്ടാവും. ഓക്കെ, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ എ ഫെറൈറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. 63ാമത്തെ ചോദ്യമാണ്: വിച്ച് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ പ്ലേസ് ഇൻ ദ ഫർണസ് ടു വാം അപ്പ് ദ കമ്പോണന്റ്? ഇത്തരത്തിൽ ആ ഒരു എന്താണ് മെറ്റീരിയലിനെ ചൂടാക്കാൻ അല്ലെങ്കിൽ വാം അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സൂട്ടബിൾ പ്ലേസ് ഏതാണ് നമ്മുടെ ഹെർത്തിൽ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ടോപ്പ് ഓഫ് ദ ഫയർ which is covered with a thin layer of coal. Option B under the air spout from where the flame comes, near the air spout where the air comes straight at the component, away from the air spout and covered with a thick layer of coal from the above. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം വരെ എന്താ? ഓപ്ഷൻ ഡി ആണ്. അതായത് നമ്മൾ എല്ലായ്പ്പോഴും ആ എയർ സ്പോട്ടിൽ നിന്ന് ദൂരെ വെക്കണം. കാര്യം എയർ സ്പോട്ടിന് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് തണുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരല്പം ദൂരെ, away from the air spout and covered with a thick layer of coal ഫ്രം ദ എബോവ് ആണ് നമുക്ക് ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഓപ്ഷൻ ഡി ആണ് അതിന്റെ ഉത്തരമായിട്ട് വരിക. 64ാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ഇൻ വിച്ച് മെത്തേഡ് ഓഫ് സർഫസ് ഹാർഡനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. വിച്ച് മെത്തേഡ് ഓഫ് സർഫസ് ഹാർഡനിങ് ദ സർഫസ് റിമൈൻസ് ഫ്രീ ഫ്രം സ്കെയിൽസ്? അല്ലെ, ഇത്തരത്തിൽ സ്കെയിൽസ് ഒക്കെ ഫ്രീ ആയിട്ടുള്ള വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സർഫസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാർഡനിങ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് നൈട്രേറ്റിംഗ് ആണ്. ഓപ്ഷൻ ബി കേസ് ഹാർഡനിങ്,
ഓപ്ഷൻ സി ഫ്ലെയിം ഹാർഡനിങ്, ഓപ്ഷൻ ഡി ഇൻഡക്ഷൻ ഹാർഡനിങ്. നമുക്ക് പറയാം ഉത്തരം എന്താ വരിക? ദാറ്റ് ഈസ് ഇൻഡക്ഷൻ ഹാർഡനിങ്. സോ 64ാമത്തെ ചോദ്യത്തിന് ഉത്തരം നമുക്ക് പറയാൻ കഴിയും. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഇൻഡക്ഷൻ ഹാർഡനിങ് ആണ് അല്ലെ. ഇത്തരത്തിൽ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഇൻഡക്ഷൻ കോയിലുകൾ യൂസ് ചെയ്തുകൊണ്ട് അല്ലെ, നമ്മുടെ ഇലക്ട്രിക്കൽ വയറുകൾ ചുറ്റിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ ആ ഒരു രീതിയിൽ ഹീറ്റ് കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് മറ്റു തരത്തിലുള്ള യാതൊരുവിധ സ്കെയിൽ ഫോർമേഷനോ ഒന്നും ഉണ്ടാവില്ല. കുറച്ച് ക്ലീൻ ആയിട്ടുള്ള നമുക്കൊരു സർഫസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് ഇൻഡക്ഷൻ ഹാർഡനിങ് ആണ് ഉത്തരം വരിക. ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ ഓപ്പറേഷൻ അപ്സെറ്റിംഗ്? അപ്പം നമ്മുടെ ഫോർജിങ്ങുമായി ബന്ധപ്പെട്ട് അപ്സെറ്റിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് മേക്കിംഗ് എ ഹോൾ ഇൻ ദ കമ്പോണന്റ്, ആ ഒരു കമ്പോണന്റിൽ ഹോൾ ഇടുക. ഓപ്ഷൻ ബി എൻലാർജിങ് ദ ലെങ്ത് ദെയർ ബൈ റെഡ്യൂസിങ് ദ തിക്നെസ്, ആ ലെങ്ത് കൂട്ടുക, തിക്നെസ് കുറയ്ക്കുക. പ്രോസസ് ബൈ വിച്ച് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ മെറ്റൽ പീസ് ഇസ് ഇൻക്രീസ്ഡ് വിത്ത് ഡിക്രീസ് ഇൻ ലെങ്ത്. ഓപ്ഷൻ ഡി ഓപ്പറേഷൻ ഓഫ് എക്സ്റ്റെൻഡിങ് ദ മെറ്റൽ ഇൻ ഓൾ ഡയറക്ഷൻ. ഇവിടെ ഉത്തരം എന്താ? നമുക്കറിയാം അപ്സെറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ക്രോസ് സെക്ഷണൽ ഏരിയ എന്താണ് കൂട്ടിക്കൊണ്ട് അല്ലെ, സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്തുകൊണ്ട് കൂട്ടിക്കൊണ്ട് ലെങ്ത് കുറയ്ക്കുക എന്നുള്ളതാണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. പ്രോസസ് ബൈ വിച്ച് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എ മെറ്റൽ പീസ് ഈസ് ഇൻക്രീസ്ഡ് വിത്ത് ഡിക്രീസ് ഇൻ ലെങ്ത് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 66ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വിച്ച് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ഇൻക്രീസസ് വെയർ റെസിസ്റ്റൻസ് ഓഫ് സ്റ്റീൽ? അതായത് വെയർ റെസിസ്റ്റൻസ്, അതായത് നമുക്കറിയാം ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഇൻഡന്റേഷൻ ടു റെസിസ്റ്റ് ദ ഇൻഡന്റേഷൻ, റെസിസ്റ്റ് ദ വെയർ ആൻഡ് ടയർ, റെസിസ്റ്റ് ദ അബ്രഷൻ അല്ലെ. അത്തരത്തിൽ നമുക്ക് വെയർ ആൻഡ് ടയർ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് കൂട്ടണം? ഹാർഡ്നെസ് കൂട്ടേണ്ടതായിട്ടുണ്ട്. സോ ഹാർഡ്നെസ് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് സഹായിക്കണം? ദാറ്റ് ഈസ് ഹാർഡനിങ് പ്രോസസ് ചെയ്യണം അല്ലെ, ഹാർഡനിങ് പ്രോസസ്. സോ നമുക്ക് അറിയാം വിച്ച് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ഇൻക്രീസ് ദ വെയർ റെസിസ്റ്റൻസ് ഓഫ് സ്റ്റീൽ? സ്റ്റീലിന്റെ വെയർ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഓപ്ഷൻ എ അനീലിംഗ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി ടെമ്പറിംഗ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സി ഹാർഡനിങ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി നോർമലൈസിംഗ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ സി ഹാർഡനിങ് പ്രോസസ്. ഓപ്ഷൻ സി ഹാർഡനിങ് പ്രോസസ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ ഹാർഡനിങ് പ്രോസസ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ടെമ്പറിംഗ് പ്രോസസ് എന്ന് പറയുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരല്പം ഹാർഡ്നെസ് ഒക്കെ കുറച്ചുകൊണ്ട് നമുക്ക് ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോസസ്സാണ് ടെമ്പറിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഉത്തരം എന്താ വരിക? ഇവിടെ ഉത്തരം ഹാർഡനിങ് പ്രോസസ് ആണെന്ന് ഓർത്തിരിക്കാം. 67ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 67ാമത്തെ ചോദ്യം ഇതാണ്, വിച്ച് ഈസ് ദ പാർട്ട് ഓഫ് ആൻവിൽ? ആൻവിലിന്റെ ഒരു പാർട്ട് ഉണ്ട് യൂസ്ഡ് ഫോർ ജമ്പിങ് ആൻഡ് അപ്സെറ്റിംഗ് ഓഫ് മെറ്റൽസ്. സത്യത്തിൽ ജമ്പിങ് ഓപ്പറേഷനും അപ്സെറ്റിംഗ് ഓപ്പറേഷനും ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന ആൻവിലിന്റെ ഒരു പാർട്ട് ഉണ്ട്. അത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ബീക്ക്, ഓപ്ഷൻ ബി ഫേസ്, ഓപ്ഷൻ സി അപ്സെറ്റിംഗ് ബ്ലോക്ക്, ഓപ്ഷൻ ഡി റൗണ്ട് ഹോള്. അപ്പൊ ഇവിടെ എന്താണ് കൺഫ്യൂഷൻ വരാനുള്ളത്? ഫേസും അപ്സെറ്റിംഗ് ബ്ലോക്കും ആണ്. അപ്പൊ ഇവിടെ ഉത്തരം എന്താണ്? അപ്സെറ്റിംഗ് ബ്ലോക്ക് തന്നെയാണ് നമ്മുടെ ഉത്തരം വരുന്നുണ്ടാവുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്സെറ്റിംഗ് ബ്ലോക്ക് ആണ് ഉത്തരം വരുന്നുണ്ടാവുക. അപ്പൊ ഈ ചിത്രത്തിൽ നമ്മുടെ ആൻവിൽ കാണുന്നുണ്ട്. ഈ ഒരു പോർഷൻ ആണ് നമ്മുടെ അപ്സെറ്റിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആൻവിനോട് കൂടിയിട്ട് എന്താണ് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണാറുള്ള ഒരു പാർട്ട് തന്നെയാണ് നമ്മുടെ ആ ഒരു അപ്സെറ്റിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നുണ്ടാവുക. ഈ അപ്സെറ്റിംഗ് ബ്ലോക്കിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഇത്തരത്തിലുള്ള ഫുള്ളറിങ് അല്ലെങ്കിൽ ജമ്പിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ നമുക്ക് അപ്സെറ്റിംഗ് പ്രോസസ് നമ്മൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ ഒരു പാർട്ടാണ് അപ്സെറ്റിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആൻവിലുമായി ബന്ധപ്പെട്ട്. സോ അത്തരത്തിൽ അപ്സെറ്റിംഗ് ബ്ലോക്കിന്റെ മുകളിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത്തരത്തിലുള്ള നമ്മുടെ ജമ്പിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപ്സെറ്റിംഗ് പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി അപ്സെറ്റിംഗ് ബ്ലോക്ക് എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം 68ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ പ്രോസസ് ഇഫ് ഹോട്ട് സ്റ്റീൽ ഈസ് കൂൾഡ് സ്ലോലി? അല്ലെ, ഇത്തരത്തില് ആ ഹോട്ട് സ്റ്റീൽ വളരെ പതിയെ നമ്മൾ എന്ത് ചെയ്യാണ്? സ്ലോലി കൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ ഓൾഡ് സ്ട്രക്ചർ ഈസ് റീടൈൻഡ് ആൻഡ് ഇറ്റ് വിൽ ഹാവ് ഫൈൻ ഗ്രെയിൻസ് ദാറ്റ് മേക്ക് ഇറ്റ് ഈസിലി മെഷീൻഡ്. ഇത്തരത്തിൽ എന്താണ് ഓൾഡ് സ്ട്രക്ചർ റീറ്റെയിൻ ചെയ്തുകൊണ്ട് എന്താണ് ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നുണ്ടാകും. ദാറ്റ് മേക്സ് ഇറ്റ് ഈസിലി മെഷീൻ. നമുക്ക് ഈസിലി മെഷീനബിൾ ആയിട്ടുള്ള ഫൈൻ ഗ്രെയിൻസ് കിട്ടുന്ന ഫൈൻ ഗ്രെയിൻസ് കിട്ടുന്ന വളരെ പതിയെ നമ്മൾ കൂൾ ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം വളരെ പതിയെ കൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അത് ഫർണസിനുള്ളിൽ വെച്ച് തന്നെ കൂൾ ചെയ്യണം. അതുപോലെ തന്നെ ഗ്രെയിൻ സ്ട്രക്ചർ ഫൈൻ ആണെന്നുണ്ടെങ്കിൽ ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ കിട്ടുന്നത് നോർമലൈസിംഗ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത്തരത്തിൽ നോർമലൈസിംഗ് എന്ന് പറഞ്ഞാൽ ഫർണസ് കൂൾഡ് ആണ് എന്നുള്ളത് അറിയാം അല്ലെ. ഫർണസ് കൂൾഡ് ആണ് നോർമലൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നോർമലൈസിംഗ് എന്ന് പറയുന്ന സാധനം അല്ലെ, നോർമലൈസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഇത്തരത്തിൽ ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതുപോലെ തന്നെ വളരെ സ്ലോലി നമ്മൾ കൂൾ ചെയ്യുന്നത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഉത്തരം എന്താ വരിക? ഉത്തരം വരാൻ സാധ്യത കൂടുതൽ ദാറ്റ് ഈസ് നോർമലൈസിംഗ് അല്ലെ. നോർമലൈസിംഗ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ശ്രദ്ധിക്കാം, കോഴ്സ് ഗ്രെയിൻ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അത് അനീലിംഗ് ആണ്. ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ അത് നോർമലൈസിംഗ് പ്രോസസ് ആണ്. കൂൾഡ് സ്ലോലി എന്നുള്ളതും കൂടി ഓർത്തിരിക്കാം. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക.
ദാറ്റ് ഈസ് നോർമലൈസിങ്. അപ്പോൾ ഇവിടെ നമ്മൾ നോർമലൈസിങ് അവർ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, ടു പ്രൊഡ്യൂസ് ഫൈൻ ഗ്രെയിൻ സൈസ് ഇൻ ദ മെറ്റൽ, ഇത്തരത്തിൽ ആ ഒരു ഫൈൻ ഗ്രെയിൻ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് നോർമലൈസിങ് പ്രോസസ് ആണ്. നോർമലൈസിങ് ദാറ്റ് ഈസ് ദ പ്രോസസ് റിമൂവിംഗ് ദ ഇന്റർണൽ ഡിഫക്ട് ഓർ റിഫൈൻ ദ സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ കമ്പോണന്റ് ഇസ് കോൾഡ് നോർമലൈസിങ്. ഓക്കെ, അപ്പൊ നോർമലൈസിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ദാറ്റ് ഈസ് റിമൂവ് സ്ട്രെസസ് ആൻഡ് സ്ട്രെയിൻ ഫ്രം ദ ഇന്റർണൽ സ്ട്രക്ചർ ഡ്യൂ ടു റിപ്പീറ്റഡ് ഹീറ്റിംഗ് ആൻഡ് അൺഈവൻ കൂളിംഗ്. അതുപോലെ തന്നെ ഹാമറിംഗ് ടു റെഡ്യൂസ് ഡക്ടിലിറ്റി, ടു പ്രിവെന്റ് റാപ്പിംഗ്, അല്ലെ ഇത്തരത്തിൽ വാർപ്പേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യുക, ഡക്ടിലിറ്റി റെഡ്യൂസ് ചെയ്യുക. അതൊക്കെയാണ് പ്രധാനപ്പെട്ട നമുക്ക് ആ ഒരു നോർമലൈസിങ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കി ഫൈൻ ഗ്രെയിൻ സൈസ് ഉണ്ട് അല്ലെ, ഫൈൻ ഗ്രെയിൻ സൈസ് ഉണ്ടാവും, വളരെ സ്ലോലി കൂൾഡ് ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം എന്താ വരിക, ദാറ്റ് ഈസ് നോർമലൈസിംഗ് ആണ്. സോ നമ്മുടെ ഇത് എടുത്ത് പറയുന്നുണ്ട് ഫിറ്ററിന്റെ ടെക്സ്റ്റ് ബുക്കില് സെക്കൻഡ് ഇയർ വോളിയം 1 ഔട്ട് ഓഫ് 2 ദാറ്റ് ഈസ് പേജ് നമ്പർ 70 അവർ എടുത്ത് പറയുന്നുണ്ട് നോർമലൈസിംഗ് സ്റ്റീൽ എന്ന് പറയുന്ന ടോപ്പിക്കില് അവരത് എടുത്ത് പറയുന്നുണ്ട് ഫൈൻ ഗ്രെയിൻ സൈസ് ആണുള്ളത്. ഓക്കെ, അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നെക്സ്റ്റ്, വാട്ട് ഈസ് അപ്രോപ്രിയേറ്റ് ഹീറ്റിംഗ് ടെമ്പറേച്ചർ ഫോർ ഫോർജിങ് ഓഫ് ലോ കാർബൺ സ്റ്റീൽ? ഇതൊരു അല്പം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് അപ്രോപ്രിയേറ്റ് ഹീറ്റ് ടെമ്പറേച്ചർ ഫോർ ഫോർജിങ് ഓഫ് ലോ കാർബൺ സ്റ്റീൽ? അതായത് ലോ കാർബൺ സ്റ്റീല് ഫോർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഏതാണെന്നുള്ളതാണ്. അപ്രോപ്രിയേറ്റ് ഹീറ്റിംഗ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ടെമ്പറേച്ചർ ഫോർ ഡിഫറെന്റ് ഫോർജിങ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് മൈൽഡ് സ്റ്റീൽ, അതായത് നമ്മുടെ ലോ കാർബൺ സ്റ്റീൽ കൊടുത്തിട്ടുണ്ട്. ഫോർജിങ് ടെമ്പറേച്ചർ നോക്കി 1300 ആണ് മാക്സിമം ടെമ്പറേച്ചർ, മിനിമം ടെമ്പറേച്ചർ 800 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഇത്തരത്തിൽ നോക്കുമ്പോൾ ഓക്കെ, അപ്പൊ ഇവിടെ 900 ഡിഗ്രി സെൽഷ്യസും 1100 ഡിഗ്രി സെൽഷ്യസും 1300 ഡിഗ്രി സെൽഷ്യസും നമ്മളുടെ ആ ഒരു റേഞ്ചിലുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇതിൽ തന്നെ നമുക്ക് ഏത് ഇപ്പം അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് 900ഉം 1100ഉം 1300ഉം അവർ ആ ഒരു റേഞ്ചിൽ പറയുന്നുണ്ട്. എങ്കിൽ തന്നെയും നമ്മുടെ ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്, അതായത് നമ്മുടെ PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ വന്നിട്ടുള്ളത് 1100 ആണ് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. 1100 ആണ് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ അത് കൺഫ്യൂസിംഗ് ആണ്. അതായത് നമ്മുടെ റേഞ്ച് പറയുന്നുണ്ട് 800 മുതൽ 1300 നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണെന്നുള്ളത് കൂടി മനസ്സിലാക്കാം. അപ്പം ഇവിടെ PSCയുടെ ഉത്തരം പ്രൊഫഷണൽ ആൻസർ കീയിൽ വന്നിരിക്കുന്നത് 1100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതും നമ്മുടെ ആ ഒരു റേഞ്ചിനുള്ളിൽ തന്നെയാണ്. 1300നും 800നും ഇടയിലുള്ള, അല്ലെങ്കിൽ 800നും 1200നും ഇടയിലുള്ള ഒരു റേഞ്ച് തന്നെയാണ് 1100 എന്ന് പറയുന്നതും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മുടെ റേഞ്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് മിനിമം ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ 800 മുതൽ 1300 ആണെന്നുള്ളത് നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻസ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഓക്കെ, എന്നാൽ കൂടി ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ എന്താണ് 1100 ആണ് പ്രൊഫഷണൽ ആൻസർ കീയിൽ ഉത്തരം വന്നിട്ടുള്ളത്. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ടു റിമൂവ് എക്സ്ട്രീം ബ്രിട്ടിൽനെസ് ആൻഡ് ഇൻഡ്യൂസ് ടഫ്നെസ് ആൻഡ് ഷോക്ക് റെസിസ്റ്റൻസ് ഇൻ സ്റ്റീൽ? അതായത് നമുക്കറിയാം, നമുക്ക് അവിടെ എന്താണ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ്. എക്സ്ട്രാ അല്ലെങ്കിൽ എക്സ്ട്രീം ബ്രിട്ടിൽനെസ് റിമൂവ് ചെയ്യണം, അല്ലെ ബ്രിട്ടിൽനെസ് അല്ലെങ്കിൽ ഹാർഡ്നെസ് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ടഫ്നെസ്സും ഷോക്ക് റെസിസ്റ്റൻസും ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട്, ഇൻഡ്യൂസ് ടഫ്നെസ് ആൻഡ് ഷോക്ക് റെസിസ്റ്റൻസ്. ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യുക, ബ്രിട്ടിൽനെസ് കുറയ്ക്കുക. നമുക്കറിയാം ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ടെമ്പറിംഗ്, ഓപ്ഷൻ ബി annealing, ഓപ്ഷൻ സി നോർമലൈസിംഗ്, ഓപ്ഷൻ ഡി ഹാർഡനിങ്. നമുക്ക് ഉത്തരം എന്താ വരിക, ദാറ്റ് ഈസ് ടെമ്പറിംഗ് പ്രോസസ് ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 71ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ അനദർ നെയിം ഓഫ് സ്നിപ്പ്? അല്ലെ, സ്നിപ്പ് എന്ന് പറയുന്ന ടൂൾ, ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ട് സ്നിപ്പ് നമ്മൾ പഠിക്കാറുണ്ട്. സ്നിപ്പിന്റെ മറ്റൊരു പേരെന്താണ്? കട്ടർ, ഓപ്ഷൻ ബി ഹാൻഡ് ഷിയർ, ഓപ്ഷൻ സി സിസേഴ്സ്, ഓപ്ഷൻ ഡി ബ്ലേഡ്. നമുക്ക് ഉത്തരം എന്താ പറയാ, ഹാൻഡ് ഷിയർ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ ബി ഹാൻഡ് ഷിയർ ആണ് ഉത്തരമായിട്ട് വരിക. 72ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു സ്ക്രൈബ് എ സർക്കിൾ ഓർ ആൻ ആർക്ക് വിത്ത് എ ലാർജ് ഡയമീറ്റർ? ആർക്കോ അല്ലെങ്കിൽ സർക്കിളോ ഒക്കെ നമുക്ക് സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. വളരെ വലിയ ഡയമീറ്റർ ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ടു ഡിസ്ക്രൈബ്ഡ് ബൈ വിങ് കോമ്പസ്, അല്ലെ ഇത്തരത്തിൽ വിങ് കോമ്പസിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ദാറ്റ് ഈസ് വിച്ച് കനോട്ട് ബി സ്ക്രൈബ്ഡ് ബൈ വിങ് കോമ്പസ്. അപ്പൊ വിങ് കോമ്പസുമായിട്ട് നമുക്ക് സ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ലാർജ് സർക്കിളുകൾ അല്ലെങ്കിൽ വളരെ വലിയ ഡയമീറ്റർ ഉള്ള സർക്കിളുകളൊക്കെ നമുക്ക് സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കുന്ന ടൂൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന ഡിവൈഡർ, ഓപ്ഷൻ ബി ജെന്നി കാലിപ്പർ, ഓപ്ഷൻ സി ട്രാമൽ, ഓപ്ഷൻ ഡി വിങ് കോമ്പസ്. സോ ഇവിടെ ഉത്തരം എന്താ വരിക, നമുക്കറിയാം ട്രാമൽ ആണ് ഉത്തരം വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ട്രാമൽ. 73ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. The type of snip used for trimming cylindrical or conical work in sheet metal. അറിയാം, എത്രത്തില് സിലിണ്ടറിക്കൽ ആയിട്ടുള്ളതും കോണിക്കൽ ആയിട്ടുള്ള വർക്ക് എത്രത്തിൽ നമുക്ക് എന്താണ് ട്രിം ചെയ്യാൻ പറ്റുന്ന ഷീറ്റ് മെറ്റൽ ട്രിം ചെയ്യാൻ സഹായിക്കുന്ന സ്നിപ്പ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സ്ട്രെയിറ്റ് സ്നിപ്പ്, ഓപ്ഷൻ ബി ബെൻഡ് സ്നിപ്പ്, ഓപ്ഷൻ സി
ബ്ലോക്ക് ഷിയർ, ഓപ്ഷൻ ഡി റോഡസ് ഷിയർ. സോ ഇവിടെ ഉത്തരം എന്താ വരിക? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ബെൻഡ് സ്നിപ്പാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ബെൻഡ് സ്നിപ്പാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സോ ഇത്തരത്തിൽ ബെൻഡ് സ്നിപ്പിന്റെ പ്രത്യേകത ഇൻസൈഡ് കർവ്ഡ് ലൈനും അതുപോലെ തന്നെ എന്താണ് ഇത്തരത്തിലുള്ള കോണിക്കൽ ആയിട്ടുള്ള വർക്കുകളുടെയൊക്കെ എന്താണ് കുറച്ച് അഡീഷണൽ കിടക്കുന്ന പോർഷനൊക്കെ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും. അത്തരത്തിൽ കർവ്ഡ് ആയിട്ടുള്ള സർഫസ് ആണല്ലോ നമുക്കറിയാം. അപ്പൊ അത്തരത്തിലുള്ള കർവ്ഡ് ആയിട്ടുള്ള സർഫസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്ന സ്നിപ്പാണ് ബെൻഡ് സ്നിപ്പ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് മാലറ്റ് ആർ യൂസ്ഡ് ഫോർ ഹോളോയിങ് പാനൽ ബീറ്റിംഗ് എക്സെട്ര. അത്തരത്തിൽ എന്താണ് ആ ഒരു ഹോളോ സെക്ഷൻ ഒക്കെ അല്ലെങ്കിൽ ഹോളോയിങ് ആയിട്ടുള്ള കർവ് ആയിട്ടൊക്കെ ഉള്ള പോർഷൻ ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സോറി മാലറ്റ് ഏതാണ്? മാലറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാർഡ് വുഡ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മാലറ്റ്. ഇവിടെ ഏത് ടൈപ്പാണ് യൂസ് ചെയ്യുന്നുള്ളതാണ് ചോദ്യം. സ്റ്റാൻഡേർഡ് വുഡൻ മാലറ്റ്, ബോസിംഗ് മാലറ്റ്, എൻഡ് ഫേക്ഡ് മാലറ്റ്, ജനറൽ പർപ്പസ് മാലറ്റ്. സോ ഇവിടെ ഉത്തരം എന്താ വരിക? ബോസിംഗ് മാലറ്റ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ബോസിംഗ് മാലറ്റ്. അപ്പൊ ഇവിടെ ആ ചിത്രത്തിൽ നമുക്ക് ആ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ, ബോസിംഗ് മാലറ്റിൽ വെച്ച് സഹായത്തോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഒരു ഹോളോയിങ് ഓപ്പറേഷൻ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. 75ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ദ ടൂൾ ഈസ് യൂസ്ഡ് വെയർ ഡീപ്പർ ലൈൻസ് ആർ ടു ബി മാർക്ക്ഡ്. ശ്രദ്ധിക്കുക, ഡീപ്പർ ലൈൻസ് ആർ ടു ബി മാർക്ക്ഡ്. അപ്പൊ സ്റ്റീൽ സ്ക്വയർ, സ്ക്രൈബർ, സ്ക്രാച്ച് ഔൾ, ഡിവൈഡർ. ഓക്കെ, ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. സ്ക്രൈബർ ആണോ സ്ക്രാച്ച് ഔൾ ആണോ എന്നുള്ളത്. അപ്പൊ ഇത്തരം ശ്രദ്ധിക്കുക, സ്ക്രാച്ച് ഔൾസ് ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ കുറച്ചുകൂടെ ഡെപ്തിൽ അല്ലെങ്കിൽ ഗ്രൂവുകൾ നിർമ്മിക്കാനും, അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ കാർപ്പൻട്രിയിലൊക്കെ നമ്മൾ സാധാരണ സ്ക്രാച്ച് ഔളൊക്കെ ചെറിയൊരു ഗ്രൂവോട് കൂടിയിട്ടുള്ള ലൈനൊക്കെ നമ്മൾ സാധാരണ വരയ്ക്കാറുണ്ട്. സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ടാവുക. കുറച്ചുകൂടെ ഡീപ്പർ ലൈൻസ് ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ആര് തന്നെയാണ്? നമ്മുടെ സ്ക്രാച്ച് ഔൾ തന്നെയാണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അപ്പം നമ്മുടെ സാധാരണ ലൈൻസുകൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്ക്രൈബേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ കുറച്ചുകൂടെ ഡെപ്തിലുള്ള ഗ്രൂവുകൾ അല്ലെങ്കിൽ ചെറിയൊരു ഗ്രൂവ് ഒക്കെ നമുക്ക് ആ ഒരു സർഫസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു സ്ക്രാച്ച് ഔൾ തന്നെയാണ്. സോ നമ്മുടെ സ്ക്രാച്ച് ഔൾ തന്നെയാണ് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഡീപ്പർ ലൈൻസുകൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രാച്ച് ഔൾ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഓർത്തിരിക്കാം. ഓപ്ഷൻ സി സ്ക്രാച്ച് ഔൾ ആണ് ഉത്തരം വരാൻ സാധിക്കുന്നത്. 76ലേക്ക് വരാം. വിച്ച് ഷീറ്റ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ആസിഡ് ടാങ്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് ഷീറ്റ് മെറ്റലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ? നമുക്കറിയാം, ദാറ്റ് ഈസ് ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ലെഡ് ഷീറ്റ്, ഓപ്ഷൻ ബി കോപ്പർ ഷീറ്റ്, ഓപ്ഷൻ സി ടിൻഡ് പ്ലേറ്റ്, ഓപ്ഷൻ ഡി സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പൊ നമുക്കറിയാം, നമുക്ക് ആസിഡ് ടാങ്ക് അല്ലെങ്കിൽ കെമിക്കൽസ് ഒക്കെ പ്രിസർവ് ചെയ്യാനുള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ നിർമ്മിക്കുന്നത് ലെഡ് ഷീറ്റ് കൊണ്ടാണ്. ഓക്കെ, ലെഡ് ഷീറ്റ് കൊണ്ടാണ്. ലെഡ് കോട്ട് ചെയ്തിട്ടുള്ള ഷീറ്റിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ടെർണേ ഷീറ്റ് എന്നും വിളിക്കാറുണ്ട്. അപ്പൊ ലെഡ് ഷീറ്റ് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ ഷീറ്റ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ആസിഡ് ടാങ്ക്സ്, ദാറ്റ് ഈസ് ഷീറ്റ് മെറ്റൽ, ദാറ്റ് ഈസ് ലെഡ് ഷീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഷീറ്റ് എന്നുള്ളത് ഓർത്ത്. മറ്റൊരു ചോദ്യം, വാട്ട് ആർ ദ ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് ആൻവിൽ? സോ വാട്ട് ആർ ദ ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് ആൻവിൽ യൂസ്ഡ് ഫോർ ബെൻഡിങ്, സീമിംഗ് ഓർ ഫോമിംഗ്? അതായത് നമ്മുടെ ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് ആൻവിൽ എന്നറിയപ്പെടുന്ന ടൂൾ ഏതാണ്? ഓപ്ഷൻ എ സ്ക്രാച്ച് ഔൾ, ഓപ്ഷൻ ബി സ്റ്റേക്സ്, ഓപ്ഷൻ സി ബെഞ്ച് വൈസ്, ഓപ്ഷൻ ഡി സ്ക്വയർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം വരിക. സ്റ്റേക്സ് ആണ് അല്ലെ? സ്റ്റേക്സ് ആണ് നമ്മുടെ ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് ആൻവിൽ എന്നറിയപ്പെടുന്നത്. അതിന്റെ സഹായത്തോടുകൂടി, ആ ഒരു ടൂളിന്റെ സഹായത്തോടുകൂടി ബെൻഡിങ്, സീമിംഗ്, ഫോമിംഗ് ഓപ്പറേഷൻ നമ്മൾ ചെയ്യാൻ സാധിക്കും. 78ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റേക്ക് ഈസ് യൂസ്ഡ് വെൻ മേക്കിംഗ് സ്മോൾ ഡയമീറ്റർ ട്യൂബ് വിത്ത് തിൻ ഗേജ് മെറ്റൽ? വളരെ തിൻ ആയിട്ടുള്ള ഗേജ് മെറ്റൽ കൊണ്ട് നമുക്ക് ചെറിയ സ്മോൾ ഡയമീറ്റർ ട്യൂബുകളൊക്കെ നിർമ്മിക്കാൻ സഹായിക്കുന്ന സ്റ്റേക്ക് ഏതാണ്? ഫണൽ സ്റ്റേക്ക്, ബിഗ് അയൺ, ഓപ്ഷൻ സി ക്രീസിംഗ് അയൺ, ഓപ്ഷൻ ഡി ഹോൾസ്. നമുക്കറിയാം ഉത്തരം ഓപ്ഷൻ സി ക്രീസിംഗ് അയൺ തന്നെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ടൈപ്പ് ഓഫ് സീം ഈസ് യൂസ്ഡ് ഫോർ റൂഫിംഗ് ആൻഡ് പാനലിംഗ് ജോയിന്റ്സ്? റൂഫിംഗ് ആൻഡ് പാനലിംഗ് ജോയിന്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് സീമാണ് ഡബിൾ ഗ്രൂവ്ഡ് സീം ജോയിന്റ് ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്രീസിംഗ് അയൺ നമ്മൾ ഓൾറെഡി കണ്ടു. ക്രീസിംഗ് അയൺ എന്ന് പറയുന്നത് നമ്മുടെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? യൂസ്ഡ് വെൻ മേക്കിംഗ് സ്മോൾ ഡയമീറ്റർ ട്യൂബ് വിത്ത് തിൻ ഗേജ് മെറ്റൽ എന്ന് പറയുന്നുണ്ട്. സോ ഉത്തരം ഇത് തന്നെയാണ്, ക്രീസിംഗ് അയൺ തന്നെയാണ്. സോ ഇത്തരത്തിൽ ക്രീസിംഗ് അയണിന്റെ സഹായത്തോടുകൂടി നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. മറ്റൊരു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് സീം ഈസ് യൂസ്ഡ് ഫോർ റൂഫിംഗ് പാനലിംഗ് ജോയിന്റ്സ്? ദാറ്റ് ഈസ് ഡബിൾ ഗ്രൂവ്ഡ്. ഓൾറെഡി നമ്മൾ കണ്ടു, ഡബിൾ ഗ്രൂവ്ഡ് സീം ജോയിന്റ് ആണ് ഉത്തരം വരുന്നുണ്ടാവുക. 80ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് യൂസ്ഡ് ഫോർ ക്ലോസിംഗ് ആൻഡ് ലോക്കിംഗ് ഓഫ് സീംസ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്? ഷീറ്റ് മെറ്റൽ വർക്കിൽ നമ്മളെ ജോയിന്റ് അല്ലെങ്കിൽ സീം ലോക്ക് ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ടൂൾ ഏതാണ്? ഓപ്ഷൻ എ ഗ്രൂവർ, ഓപ്ഷൻ ബി സോൾഡറിംഗ്, ഓപ്ഷൻ സി റിവറ്റിംഗ്, ഓപ്ഷൻ ഡി സീമിംഗ്. അപ്പോൾ വാട്ട് ഈസ് യൂസ്ഡ്, എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക ക്ലോസിംഗ് ആൻഡ് ലോക്കിംഗ് ഓഫ് സീംസ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്? ഇത്തരത്തിൽ
ഒരു സീം ആ ജോയിന്റ് ക്ലോസ് ചെയ്യാനും ലോക്ക് ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? ഓപ്ഷൻ എ ഗ്രൂവർ. ഓപ്ഷൻ എ ഗ്രൂവർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റു ചോദ്യം 81ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. The cylinder keys are not removed from the cylinder while welding. നമുക്കറിയാം വെൽഡിങ് ചെയ്യുന്ന സമയത്ത് സിലിണ്ടർ കീ അവിടെ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ടാകും, സിലിണ്ടറിനുള്ളിൽ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ടാകും. സിലിണ്ടറിന്റെ അവിടെ തന്നെ സിലിണ്ടറിന്റെ ആ ഒരു മുകളിൽ എന്തുണ്ടാവും? സിലിണ്ടർ കീ ഉണ്ടാകും. സിലിണ്ടർ കീ അവിടെ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും, ആ ഒരു സ്ലോട്ടിൽ തന്നെ ഉണ്ടാകും. എന്തുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്യാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പറയുന്നത് ടു പ്രിവെന്റ് ഗ്യാസ് ലീക്ക്, ഓപ്ഷൻ ബി ടു ക്ലോസ് ഇൻ കേസ് ഓഫ് ബാക്ക് ഫയർ, ഓപ്ഷൻ സി ടു അഡ്ജസ്റ്റ് ദ ഗ്യാസ് സപ്ലൈ, ഓപ്ഷൻ ഡി ടു ഓപ്പൺ ആൻഡ് ക്ലോസ് ഫ്രീക്വന്റ്ലി. അപ്പൊ ഇവിടെ ഉത്തരം എന്താ നമുക്കറിയാം? ദാറ്റ് ഇസ് ഓപ്ഷൻ ബി ടു ക്ലോസ് ഇൻ കേസ് ഓഫ് ബാക്ക് ഫയർ. അപ്പൊ ബാക്ക് ഫയർ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ആ ഒരു സിലിണ്ടർ ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് തപ്പി നടക്കാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലായ്പ്പോഴും സിലിണ്ടറിനകത്ത് തന്നെ അത് വെച്ചിട്ടുണ്ടാകും, നമുക്ക് അവിടെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. മറ്റു ചോദ്യം, വാട്ട് ഈസ് ദ കളർ ഓഫ് അസറ്റിലിൻ സിലിണ്ടർ? അസറ്റിലിൻ നമ്മുടെ ഗ്യാസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ഓക്സി അസറ്റിലിൻ ഗ്യാസ് വെൽഡിങ്ങിൽ അസറ്റിലിൻ സിലിണ്ടർ നമ്മൾ ഏത് കളറിലാണ് നമ്മൾ കാണപ്പെടുന്നുണ്ടാവുക? അസറ്റിലിൻ സിലിണ്ടർ നമുക്കറിയാം, ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന ബ്ലൂ, ഓപ്ഷൻ ബി ഗ്രീൻ, ഓപ്ഷൻ സി ബ്ലാക്ക്, ഓപ്ഷൻ ഡി മെറൂൺ. ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബ്ലാക്ക് ആണ്. സോ നമ്മുടെ ഇവിടെ ചോദിച്ചിരിക്കുന്ന അസറ്റിലിൻ ആണ്. അസറ്റിലിൻ ആയതുകൊണ്ട് തന്നെ ഉത്തരം എന്താ? മെറൂൺ. സോ മെറൂൺ ആണ് നമ്മുടെ ഉത്തരം വരുന്നുണ്ടാവുക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 83ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, നെയിം ദ ടൈപ്പ് ഓഫ് വെൽഡിംഗ് ഇൻ വിച്ച് സിമിലർ മെറ്റൽസ് ആർ ജോയിൻഡ് ടുഗദർ ബൈ മെൽറ്റിംഗ് ആൻഡ് ഫ്യൂസിംഗ് ദെയർ ജോയിനിങ് എഡ്ജ് വിത്ത് ഓർ വിത്തൗട്ട് ഫില്ലർ മെറ്റൽ. ഇത്തരത്തില് നമുക്ക് എന്താണ് ഒരു ഒരു വെൽഡിംഗ് ടൈപ്പാണ്. അവിടെ ഫ്യൂഷൻ നടക്കുന്നുണ്ട്, അതാണ് മെൽറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? വിത്ത് ഓർ വിത്തൗട്ട് ഫില്ലർ മെറ്റൽ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അത് ജോയിൻ ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഇവിടെ നോക്കിയാൽ നോൺ ഫ്യൂഷൻ വെൽഡിങ്, ഫ്യൂഷൻ വെൽഡിങ്, ടിഗ് വെൽഡിങ്, മിഗ് വെൽഡിങ്. അപ്പൊ ഇവിടെ ബേസിക് ആയിട്ട് ഒരു ടൈപ്പ് ഓഫ് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ എന്തിന്റെ അണ്ടറിലാണ് വരുന്നുണ്ടാവുക? നമുക്കറിയാം ഓപ്ഷൻ ബി ഫ്യൂഷൻ വെൽഡിംഗ് ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്. ദാറ്റ് ഇസ് ഫ്യൂഷൻ വെൽഡിംഗ് എന്നുള്ളത് ഓർത്തിരിക്കാം. 84, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ബ്ലോക്ക് പൈപ്പ് ഫില്ലർ റോഡ് ഇൻ ദ ലെഫ്റ്റ് വേർഡ് ടെക്നിക് ഓഫ് ഗ്യാസ്? ലെഫ്റ്റ് വേർഡ് ടെക്നിക് ഓഫ് ഗ്യാസ് അല്ലെ. സോ ലെഫ്റ്റ് വേർഡ് ടെക്നിക് ഓഫ് ഗ്യാസ് അറിയാം, അതിന്റെ ആൻസർ എന്താ വരിക? അപ്പം ബ്ലോക്ക് പൈപ്പിന്റെയും ആംഗിൾ ഉണ്ട്, അതുപോലെ തന്നെ ഫില്ലർ റോഡിന്റെയും ആംഗിൾ ഉണ്ട്. ബ്ലോക്ക് പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 60 ഡിഗ്രി ആണ് വരുന്നുണ്ടാവുക, ഫില്ലർ റോഡ് ആണെന്നുണ്ടെങ്കിൽ 30 ഡിഗ്രി ആണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ 60 ഡിഗ്രി ബ്ലോക്ക് പൈപ്പ് ആംഗിളും ഫില്ലർ റോഡ് 30 ഡിഗ്രി എന്നുള്ളതും ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് സർഫസ് ഡിഫക്ട് ഇൻ ഫെറസ് മെറ്റൽസ്? അപ്പോൾ ഇത്തരത്തിൽ ഫെറസ് മെറ്റൽസിൽ നമുക്ക് സർഫസ് ഡിഫക്റ്റുകൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആ വിഷ്വൽ ടെസ്റ്റ്, ഡൈപെനട്രന്റ് ടെസ്റ്റ്, മാഗ്നറ്റിക് ടെസ്റ്റ്, റേഡിയോഗ്രാഫിക് ടെസ്റ്റ്. ഇവിടെ ഉത്തരം വരുന്നത് എന്താ? ദാറ്റ് ഈസ് ഡൈപെനട്രന്റ് ടെസ്റ്റ് തന്നെയാണ് ഉത്തരം വരുന്നത്. സോ ഡൈപെനട്രന്റ് ടെസ്റ്റ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ മാഗ്നറ്റിക് ടെസ്റ്റ് എന്ന് പറയുന്ന സബ് സർഫസ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മാഗ്നറ്റിക് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റ് MPT എന്നാണ് പറയുക. വിഷ്വൽ ടെസ്റ്റ് സർഫസിൽ തന്നെയാണ്. അപ്പൊ ഇവിടെ ഫെറസ് മെറ്റൽസിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള സർഫസ് ഡിഫക്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡൈപെനട്രന്റ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നുണ്ടാവുക ഡൈപെനട്രന്റ് ടെസ്റ്റ് തന്നെയാണ്. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ വരാനുള്ളത് വിഷ്വൽ ടെസ്റ്റ് നമ്മൾ എന്താണ് ഇത്തരത്തിൽ സർഫസ് ഡിഫക്റ്റുകൾ നമ്മൾ കാണാൻ സാധിക്കുന്നതാണ് വിഷ്വൽ ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന പ്രൊഫഷണൽ ആൻസർ കീൽ മാഗ്നറ്റിക് ടെസ്റ്റ് ആണ്, അതൊരിക്കലും വരില്ല, കാര്യം അത് സബ് സർഫസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഡൈപെനട്രന്റ് ആണ് നമുക്ക് കുറച്ചുകൂടെ, അല്ലെങ്കിൽ വിഷ്വൽ ടെസ്റ്റും അവിടെ കൺഫ്യൂസിംഗ് ആണ്. ഇവിടെ ഈ ചോദ്യം ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്, അതുകൂടി ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ കണ്ട ആ ഒരു ലെഫ്റ്റ് വെൽഡിംഗ് ടെക്നിക്കിൽ ബ്ലോക്ക് പൈപ്പ് ഒരു 60 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും, അതുപോലെ തന്നെ ഫില്ലർ റോഡ് 30 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു ഹാൻഡിൽ ദ ഹോട്ട് മെറ്റൽ വെൽഡിംഗ് ജോബ് വൈൽ ക്ലീനിങ്? ഇതിൽ നമ്മൾ വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ചൂടായിട്ടുള്ള മെറ്റലൊക്കെ ഹോൾഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂൾ ഏതാണ്? വയർ ബ്രഷ്, ഓപ്ഷൻ ബി ടോൺസ്, ഓപ്ഷൻ സി ഇലക്ട്രോഡ് ഹോൾഡർ, ഓപ്ഷൻ ഡി ക്ലാമ്പ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം വരുന്നുണ്ടാവുക, ടോൺസ്. 87ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ദ സൈസ് ഓഫ് വെൽഡിംഗ് നോസിൽ ഈസ് ഡിറ്റർമൈൻഡ് ബൈ വിച്ച് ഫാക്ടർ? വെൽഡിംഗ് നോസിലിന്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് ഫാക്ടർ കൊണ്ടാണ്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന ഡയമീറ്റർ ഓഫ് ഇറ്റ്സ് ഓറിഫൈസ്, ഓപ്ഷൻ ബി ലെങ്ത് ഓഫ് ദ നോസിൽ, ഓപ്ഷൻ സി ലെങ്ത് ഓഫ് ദ ഹാൻഡിൽ, ഓപ്ഷൻ ഡി ലെങ്ത് ആൻഡ് ഡയമീറ്റർ ഓഫ് ദ നോസിൽ. ഇവിടെ ഉത്തരം എന്താ വരിക? നമുക്കറിയാം ഓപ്ഷൻ എ ഡയമീറ്റർ ഓഫ് ഇറ്റ്സ് ഓറിഫൈസ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ അത്തരത്തിൽ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട്, നമ്മളുടെ ആ ഒരു നോസിലിന്റെ സൈസ് നമ്മൾ എന്താണ് പറയാതെ, കട്ടിംഗ് നോസിൽ സൈസ് ഇസ് ഗിവൺ ബൈ ദ ഡയമീറ്റർ ഓഫ് ദ കട്ടിംഗ് ഓക്സിജൻ ഓറിഫൈസ് ഇൻ mm അല്ലെ. ഓറിഫൈസ് ഇൻ mm ആണ്. ഓറിഫൈസിന്റെ ഡയമീറ്റർ ഇൻ mm ആണ് നമ്മൾ സാധാരണ നമ്മൾ റെഫർ ചെയ്യുന്നുണ്ടാവുക. അതായത്
ഡെസിഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ നമ്മുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ ഫിറ്ററിൽ ഫസ്റ്റ് ഇയർ വോളിയം 1 ഔട്ട് ഓഫ് 2 ദാറ്റ് ഇസ് ട്രേഡ് തിയറി പേജ് നമ്പർ 273 കൃത്യമായിട്ട് അത് എടുത്ത് പറയുന്നുണ്ട്. ഓക്സി അസെറ്റിൽ കട്ടിംഗ് എക്യുപ്മെന്റിനകത്താണ് ഇത്തരത്തിൽ നോസിലിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. 88ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ? കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. സോ സംശയം വേണ്ട, 1083 കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ്. സോ 1083 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. മറ്റു ചോദ്യം 89ാമത്തെ ചോദ്യമാണ്. അസെറ്റിലിൻ ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ് അസെറ്റിലിൻ ഗ്യാസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ വിച്ച് കോമ്പൗണ്ട്? ഏതൊക്കെ കോമ്പൗണ്ട് തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ടാണ് അസെറ്റിലിൻ ഗ്യാസ് ജനറേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ, ഓപ്ഷൻ ബി ഓക്സിജൻ ആൻഡ് കോൾ, ഓപ്ഷൻ സി കാൽഷ്യം കാർബൈഡ് ആൻഡ് വാട്ടർ, ഓപ്ഷൻ ഡി കാർബൈഡ് ആൻഡ് ഓക്സിജൻ. നമുക്കറിയാം ദാറ്റ് ഈസ് കാൽഷ്യം കാർബൈഡും വാട്ടറും കൂടി റിയാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അസെറ്റിലിൻ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. അസെറ്റിലിൻ C2H2 ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ കാൽഷ്യം കാർബൈഡ് ആൻഡ് വാട്ടർ ആണ് നമ്മുടെ പ്രധാന ഉത്തരം വരിക. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 90ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ടൈപ്പ് ഓഫ് ഫ്ലെയിം കണ്ടെയ്ൻസ് എക്സസ് ഓഫ് അസെറ്റിലിൻ? അപ്പൊ അസെറ്റിലിൻ അല്ലെങ്കിൽ ഫ്യൂവൽ അല്ലെ, അസെറ്റിലിൻ കൂടുതലായിട്ട് ഉള്ള ആ ഒരു ഫ്ലെയിം ഏതാണ്? സോ ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ രണ്ടും പകുതി പകുതിയാണ്, 50 ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ദാറ്റ് ഈസ് ഓക്സിജനും അസെറ്റിലിനും ഒരേപോലെയാണ് ആ ഒരു അളവ് എന്ന് പറയുന്നത്, പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ വാല്യൂ കൂടുതലായിരിക്കും. കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് അസെറ്റിലിൻ C2H2 അസെറ്റിലിന്റെ വാല്യൂ നമുക്കറിയാം കൂടുതലായിരിക്കും, ഓക്സിജൻ കുറവായിരിക്കും. അസെറ്റിലിൻ ഹൈഡ്രജൻ ഫ്ലെയിം ആണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കി ഉത്തരം എന്താ വരിക? കാർബറൈസിങ് ഫ്ലെയിം ആണ് നമ്മുടെ ഉത്തരം വരിക. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. 91ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് പാർട്ട് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് എ മീൻസ് ടു അസംബിൾ ദ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആൻഡ് ട്രാൻസ്മിറ്റ് ദ ഡ്രൈവ് ഫ്രം ദ മെയിൻ മോട്ടർ ടു ദ വർക്ക്? അതായത് നമ്മുടെ ലെയ്ത്തിന്റെ ഏത് പാർട്ടാണ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഒക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ മറ്റ് മെയിൻ മോട്ടറും അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കേസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഏത് പാർട്ടാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന ഹെഡ് സ്റ്റോക്ക്, ഓപ്ഷൻ ബി ടെയിൽ സ്റ്റോക്ക്, ഓപ്ഷൻ സി ലെയ്ത്ത് ബെഡ്, ഓപ്ഷൻ ഡി കാരേജ്. സോ ഉത്തരം എന്താ വരിക? ഹെഡ് സ്റ്റോക്ക് ആണ് നമ്മുടെ ഉത്തരം വരിക. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. മറ്റു ചോദ്യം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്പെസിഫിക്കേഷൻ ഓഫ് ലെയ്ത്ത്? ലെയ്ത്തിന്റെ സ്പെസിഫിക്കേഷൻ തന്നിരിക്കുന്നതിനകത്ത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് എന്താണ്? കപ്പാസിറ്റി ടു ഫിറ്റ് ആക്സസറീസ് ആൻഡ് അറ്റാച്ച്മെന്റ്സ് ഫോർ പെർഫോമിംഗ് ഡിഫറെന്റ് ഓപ്പറേഷൻ. അതായത് മറ്റ് ആക്സസറീസും ഫിറ്റ് ചെയ്യാനുള്ളതും അറ്റാച്ച്മെന്റ് ഫിറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതാണ് പറയുന്നത്. ഓപ്ഷൻ ഡി പറയുന്നത് മാക്സിമം ഡയമീറ്റർ ഓഫ് ദ വർക്ക് ദാറ്റ് ക്യാൻ ഹോൾഡ്. എത്രത്തിൽ ഹെൽഡ് അല്ല, എത്രത്തിൽ മാക്സിമം ഡയമീറ്റർ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് കപ്പാസിറ്റി പറയുന്നുണ്ട്. ഓപ്ഷൻ സി മാക്സിമം ലെങ്ത് ഓഫ് ദ വർക്ക് ദാറ്റ് ക്യാൻ ടേൺ ബിറ്റ്വീൻ സെന്റേഴ്സ്. അല്ല, എത്രത്തിൽ നമുക്ക് പറയാം ഇത് രണ്ട് കപ്പാസിറ്റി ഡയമീറ്റർ എത്രത്തോളം മാക്സിമം കപ്പാസിറ്റി, എത്രത്തോളം മാക്സിമം ലെങ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സ്പെസിഫിക്കേഷനകത്ത് നമ്മൾ പറയാറുണ്ട്. സോ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ ഡി, ബോത്ത് ബി ആൻഡ് സി. 93ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് പാർട്ട് ഓഫ് ലെയ്ത്ത് ഈസ് ഫിറ്റഡ് ഓൺ ദ ടോപ്പ് ആൻഡ് ടു ദ ഫ്രണ്ട് ഓഫ് ദ ക്രോസ് സ്ലൈഡ്? അതായത് നമ്മുടെ ക്രോസ് സ്ലൈഡിന്റെ മുകളിലായിട്ട് എന്തായിരിക്കും ഉണ്ടാവുക? നമുക്കറിയാം ദാറ്റ് ഈസ് കോമ്പൗണ്ട് റെസ്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് നമ്മൾ ഉത്തരം വരിക. കോമ്പൗണ്ട് റെസ്റ്റ് ആണെന്ന് ഓർത്തിരിക്കാം. ഓപ്ഷൻ എ കോമ്പൗണ്ട് റെസ്റ്റ് ആണ്. ടൂൾ പോസ്റ്റ് ഒക്കെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ടൂൾ പോസ്റ്റ് കാണാറുണ്ട്. H ഷേപ്ഡ് കാസ്റ്റിംഗ് ആണ് നമ്മൾ സാഡിൽ എന്ന് പറയുന്നുണ്ടാവുക. സോ നമ്മുടെ ആ ഒരു കാരേജിന്റെ ഫ്രണ്ട് പോർഷൻ ആണ് നമ്മൾ ഇത്തരത്തിൽ ആപ്രോൺ എന്ന് പറയുന്നുണ്ടാവുക. 94ാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ലെയ്ത്ത് ടൂൾ കാർബൺ ആൻഡ് ടങ്സ്റ്റൺ ആർ ചീഫ് അലോയിങ് എലമെന്റ്? കാർബൺ ആൻഡ് ടങ്സ്റ്റൺ ആർ ചീഫ് അലോയിങ് എലമെന്റ് ആൻഡ് മാനുഫാക്ചർഡ് ബൈ പൗഡർ മെറ്റലർജി ടെക്നിക്. പൗഡർ മെറ്റലർജി ടെക്നിക്കിന്റെ സഹായത്തോടുകൂടി നിർമ്മിക്കുന്ന കാർബണും ടങ്സ്റ്റനും പ്രധാനപ്പെട്ട അലോയിങ് എലമെന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ലെയ്ത്ത് ടൂൾ ഉണ്ട്. അതേതാണെന്നുള്ള ലെയ്ത്ത് ടൂൾ മെറ്റീരിയൽ ഉണ്ട്, ഏതാണെന്നുള്ള ചോദ്യം. ദാറ്റ് ഈസ് ഹൈ കാർബൺ സ്റ്റീൽ, ഹൈ സ്പീഡ് സ്റ്റീൽ, കാർബൈഡ് ടൂൾ, സ്റ്റെലൈറ്റ്. ഇവിടെ ഉത്തരം എന്താ വരിക? ദാറ്റ് ഈസ് കാർബൈഡ്. ടങ്സ്റ്റൺ കാർബൈഡ് ടൂളുകളൊക്കെ ഇത്തരത്തിലുള്ള എന്താണ് അലോയ് ആയിട്ടുള്ള ടൂളുകളാണ്. ദാറ്റ് ഈസ് കാർബൈഡ് ടൂൾ ആണ് ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. 95ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റ് കൺസിസ്റ്റ് ഓഫ് എ സർക്കുലർ ടൂൾ പോസ്റ്റ് ബോഡി ആൻഡ് എ പില്ലർ വിത്ത് എ സ്ലോട്ട് ഫോർ അക്കോമഡേറ്റിംഗ് ദ ടൂൾ ഓർ ടൂൾ ഹോൾഡർ? ഇത്തരത്തിൽ സർക്കുലർ പില്ലർ ടൈപ്പ് ടൂൾ പോസ്റ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സിംഗിൾ വേ ടൂൾ പോസ്റ്റ്, ഓപ്ഷൻ ബി ഇൻഡെക്സിംഗ് ടൈപ്പ്, ഓപ്ഷൻ സി 4 വേ ടൂൾ പോസ്റ്റ്, ഓപ്ഷൻ ഡി ക്വിക്ക് ചേഞ്ച് ടൂൾ പോസ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഉത്തരം വരുന്നുണ്ടാവുക? ദാറ്റ് ഈസ് സിംഗിൾ വേ ടൂൾ പോസ്റ്റ് ആണ് നമ്മുടെ ഉത്തരം വരുന്നുണ്ടാവുക. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 96ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇൻ വിച്ച് പ്ലേസ് ദ ഗ്രാജുവേഷൻസ് ആർ മാർക്ക്ഡ് ഇൻ ദ ടെയിൽ സ്റ്റോക്ക്? ടെയിൽ സ്റ്റോക്കിന്റെ ഏത് ഭാഗത്താണ് ഗ്രാജുവേഷൻസ്? അപ്പോൾ ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം അത് ഓഫ്സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ഗ്രാജുവേഷൻസ് എവിടെയാണ് മാർക്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ബോഡി ഓഫ് ദ ടെയിൽ സ്റ്റോക്ക്,
Option B, rear end of the base. Option C, bottom of the tailstock. Option D, front end of the tailstock. ഉത്തരം എന്താ വരിക? ദാറ്റ് ഈസ് റിയർ എൻഡ് ഓഫ് ദ ബേസ് ആണ്. റിയർ എൻഡ് ഓഫ് ദ ബേസ് ആണ് അല്ലെ. ബേസിന്റെ പിറകിലായിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ടെയിൽ സ്റ്റോക്കിന്റെ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, മറ്റൊരു ചോദ്യം, വേർ ഈസ് ദ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ആർ ഹോൾഡ് ഇൻ ദ ലെയ്ത്ത് ഓപ്പറേഷൻ? അതായത് ലെയ്ത്ത് ഓപ്പറേഷനിൽ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ എവിടെയാണ് ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക? മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ആയിട്ടുള്ള, അതായത് ഡ്രില്ലിംഗ് അല്ലെങ്കിൽ റീമിങ്, ടാപ്പ്, അങ്ങനെയുള്ള മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ എവിടെയാണ് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന ഹെഡ് സ്റ്റോക്ക്, ഓപ്ഷൻ ബി ടെയിൽ സ്റ്റോക്ക്, ഓപ്ഷൻ സി ടൂൾ പോസ്റ്റ്, ഓപ്ഷൻ ഡി സാഡിൽ. നമുക്ക് പറയാം ദാറ്റ് ഈസ് ടെയിൽ സ്റ്റോക്ക് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അല്ലെ. നമുക്കറിയാം ടെയിൽ സ്റ്റോക്കിലായിരിക്കും നമ്മുടെ ആ ഒരു മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളുകളൊക്കെ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക. 98ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ടൈപ്പ് ഓഫ് ലെയ്ത്ത് കട്ടിംഗ് ടൂൾ ആർ മെയ്ഡ് അപ്പ് ഓഫ് ടു ഡിഫറെന്റ് മെറ്റൽസ്? അപ്പൊ രണ്ട് ഡിഫറെന്റ് മെറ്റൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കട്ടിംഗ് ടൂൾ ഉണ്ട്, ലെയ്ത്ത് കട്ടിംഗ് ടൂൾ ഉണ്ട്. ഏതാണ്? സോളിഡ് ടൂൾ ആണോ? സോളിഡ് ടൈപ്പ് ആണോ? ഓപ്ഷൻ ബി ത്രോ അവേ ടൂൾ, ഓപ്ഷൻ സി ബ്രേസ്ഡ് ടൂൾ, ഓപ്ഷൻ ഡി ഇൻസെർട്ടഡ് ബിറ്റ്. അപ്പൊ ഇവിടെ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം വരാൻ സാധ്യത കൂടുതൽ ദാറ്റ് ഈസ് ബ്രേസ്ഡ് ടൂൾ തന്നെയാണ്. അതെന്താണ്? അത്തരത്തിലാണ് മാനുഫാക്ചർ തന്നെ ചെയ്യുന്നുണ്ടാവുക. മെയ്ഡപ്പ് ഓഫ് ടു ഡിഫറെന്റ് മെറ്റീരിയൽസ് എന്നുള്ളത് ബ്രേസ്ഡ് ടൂൾസ് ആണ്. എന്നാൽ ത്രോ അവേ ഇൻസെർട്ടഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻസെർട്ടഡ് ബിറ്റുകൾ നമ്മൾ ഇൻസെർട്ടഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ടൂൾ ബിറ്റുകൾ, ഫോർ എക്സാമ്പിൾ ട്രയാങ്കുലർ ഷേപ്പ്, റെക്ടാങ്കുലർ, സ്ക്വയർ ഷേപ്പ്, അങ്ങനെയുള്ള ഷേപ്പുകളോട് കൂടിയിട്ടുള്ള ഇൻസെർട്ട് ബിറ്റുകൾ നമ്മൾ അവിടെ ആ ഒരു ഹോൾഡർ, അതായത് നമ്മുടെ ഒരു ടൂൾ ഹോൾഡർ ഉണ്ടാകും, ഹോൾഡറിൽ നമ്മൾ വെക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ അത് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇൻസെർട്ടഡ് ബിറ്റ് എന്ന് പറയുന്നത്. ഒരു തവണ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇത്തരത്തിൽ മെക്കാനിക്കൽ ടൂൾ ഹോൾഡറിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ടൈപ്പാണ് ത്രോ അവേ ടൂൾ എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും നമുക്ക് ഡിഫറെന്റ് മെറ്റൽസ് തന്നെയാണ്. ഇതിൽ തന്നെ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ത്രോ അവേ ടൂൾ ആണോ, ഇൻസെർട്ടഡ് ബിറ്റ് ആണോ, അല്ലെങ്കിൽ ബ്രേസ് ടൂൾ ആണോ, സോളിഡ് ടൂൾ ആണോ എന്നുള്ളത് ഡൗട്ട് വരാം. സോളിഡ് ടൂൾ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ ഒരു മെറ്റീരിയൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇത്തരത്തിൽ ബ്രേസ്ഡ് ടൂള്, ത്രോ അവേ ടൂള് അല്ലെങ്കിൽ ഇൻസെർട്ടഡ് ബിറ്റ് ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ എന്താണ്, വിച്ച് ടൈപ്പ് ഓഫ് ലെയ്ത്ത് കട്ടിംഗ് ടൂൾ ആർ മെയ്ഡ് അപ്പ് ഓഫ് ടു ഡിഫറെന്റ് മെറ്റൽസ്? ഇതിൽ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? രണ്ട് ഡിഫറെന്റ് മെറ്റൽസ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഓപ്ഷൻ സി ബ്രേസ്ഡ് ടൂൾ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ ആ ഒരു ടൂൾ ഹോൾഡറിലേക്ക് നമ്മൾ ഇൻസെർട്ട് ഫിറ്റ് ചെയ്യായിരിക്കും. ഇൻസെർട്ട് ഫിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് ഗ്രൈൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻസെർട്ടഡ് ബിറ്റ്. ഒരു തവണ യൂസ് ചെയ്യുന്നതാണ് ത്രോ അവേ ടൂൾ എന്നുള്ളത് കൂടി ഒത്തിരിക്കാം. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നുണ്ടാവുക, ദാറ്റ് ഈസ് ബ്രേസ്ഡ് ടൂൾ. മറ്റേ ചോദ്യം, കട്ടിംഗ് സ്പീഡ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ വിച്ച് യൂണിറ്റ്? കട്ടിംഗ് സ്പീഡ് യൂണിറ്റ് എന്താണ്? കട്ടിംഗ് സ്പീഡിന്റെ യൂണിറ്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പറഞ്ഞത് mm/മിനിറ്റ്, ഓപ്ഷൻ ബി സെന്റിമീറ്റർ/മിനിറ്റ്, ഓപ്ഷൻ സി മീറ്റർ/സെക്കൻഡ്, ഓപ്ഷൻ ഡി മീറ്റർ/മിനിറ്റ്. നമുക്കറിയാം ദാറ്റ് ഈസ് മീറ്റർ/മിനിറ്റ് ആണ്. മീറ്റർ/മിനിറ്റ് ആണ് നമ്മളുടെ ആ ഒരു കട്ടിംഗ് സ്പീഡിന്റെ യൂണിറ്റ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നുണ്ടാവുക. ഓക്കെ, 100ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അവസാനത്തെ ചോദ്യമാണ്, വിച്ച് ടൈപ്പ് ഓഫ് ടേപ്പർ ഈസ് യൂസ്ഡ് ഇൻ ബോർ ഓഫ് സ്പിൻഡിൽസ് ആൻഡ് നോസ് ഓഫ് ലെയ്ത്ത്? അല്ലെ, നമ്മുടെ ലെയ്ത്തിന്റെ സ്പിൻഡിലും അല്ലെങ്കിൽ നോസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടേപ്പർ ഏതാണ്, സ്റ്റാൻഡേർഡ് ടേപ്പർ ഏതാണ് എന്നുള്ളത് അറിയാം നമുക്ക്. ഇതാണ് 8 സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള MT 0 മുതൽ MT 7 വരെ അവൈലബിൾ ആയിട്ടുള്ള നമ്മളുടെ മോസ് ടേപ്പർ തന്നെയാണ് ഉത്തരം വരുന്നുണ്ടാവുക. ഓപ്ഷൻ എ മോസ് ടേപ്പർ ആണെന്നുള്ളതും ഓർത്തിരിക്കാം. ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്ന ബ്രൗൺ ആൻഡ് ഷാർപ്പി ടേപ്പർ, ഓപ്ഷൻ സി പിൻ ടേപ്പർ, ഓപ്ഷൻ ഡി സ്റ്റാൻഡേർഡ് പിൻ ടേപ്പർ ആണ്. സോ ഇവിടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ എ മോസ് ടേപ്പർ ആണ് എന്നുള്ളതും ഓർത്തിരിക്കാം. സോ നമ്മളുടെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ക്ലാസ്സിൽ കാണും വരെ നമസ്കാരം. താങ്ക് യു.